പത്തനംതിട്ട ജില്ലയിൽ ഇടവിട്ട മഴ തുടരുന്നു. ആറന്മുള മേഖല വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലും ഇന്നലത്തെ സ്ഥിതി തുടരുകയാണ്. മഴയും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ റദ്ദാക്കി. ഇന്ന് നടത്തുവാനിരുന്ന വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവെച്ചു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ഗോകുൽ, എന്തായാലും കഴിഞ്ഞ ദിവസം പരിഭ്രാന്തി പരത്തിയിരുന്നു, ആശങ്ക പരത്തിയിരുന്നു. ഇന്നും മഴ എനിക്ക് തോന്നുന്നു ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ആശ്വാസമാകാൻ വകയുണ്ടോ? ഹരിശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലത്തെ എന്തായാലും ആദ്യത്തെ മണിക്കൂറുകളിൽ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ ഇടവിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നദികളിൽ പ്രധാനമായിട്ടും പമ്പയും അതോടൊപ്പം തന്നെ അച്ചൻകോവിലാർ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് അല്പം ഒന്ന് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് റാന്നി മേഖലയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും ഏറെ ആശ്വാസകരമായിട്ട് റാന്നിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പക്ഷേ അതേസമയം തന്നെ ജില്ലയുടെ ആറന്മുള ഭാഗത്ത് ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. കാരണം ഈ റാന്നി കോന്നി മേഖലയിലുള്ള വെള്ളം അത് പൂർണ്ണമായിട്ടും ഒലിച്ചെത്തുന്നത് ഈ ആറന്മുള മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ ആറന്മുള മേഖല വലിയ വെള്ളക്കെട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലുള്ള ചവിട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെ വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ മഹാദേവ ക്ഷേത്രം പൂർണ്ണമായിട്ടും ഒരു പകുതി ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്ഷേത്രത്തിൽ പൂജയടക്കം ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ചുറ്റും വയൽ പ്രദേശങ്ങളാണ്. ആ വയലിലൊക്കെ വെള്ളം കയറി പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആറന്മുളയുടെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പാ നദി കരകവിഞ്ഞതുകൊണ്ടാണ് ആറന്മുളയിൽ ഈ രീതിയിൽ ഒരു വലിയ വെള്ളക്കെട്ടിലേക്ക് മാറിയിരിക്കുന്നത്. ആറന്മുളയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന പാതകളിലൊക്കെ തന്നെ വെള്ളം കയറി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സത്രക്കട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളമുണ്ട്. എന്തായാലും ഇങ്ങനെ വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആറന്മുളയിൽ ഇന്നത്തെ വള്ളസദ്യകൾ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തിട്ടുണ്ട്. പള്ളിയോട സേവാ സംഘമാണ് ഈ വിവരം ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ഇന്ന് നടത്താനിരുന്ന വഴിപാട് വള്ളസദ്യകളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം പെയ്ഡ് വള്ളസദ്യകളുണ്ട്. അത് ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന വള്ളസദ്യകളാണ്. അത് മാത്രം ഇന്ന് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്നും പള്ളിയോട സേവാ സംഘം അറിയിച്ചിട്ടുണ്ട്. ബാക്കി വഴിപാട് വള്ളസദ്യകൾ പൂർണ്ണമായിട്ടും ഇന്നത്തേത് റദ്ദ് ചെയ്തിട്ടുണ്ട്. നാളെ സാഹചര്യം നോക്കിയിട്ട് അടുത്ത ദിവസങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വഞ്ചിപ്പാട്ട് സോപാനം ഇന്ന് നടത്താനിരുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയും ഇതുമൂലം മാറ്റിവെച്ചതായിട്ട് ആറന്മുള ക്ഷേത്ര ഭാരവാഹികളും പള്ളിയോട സേവാ സംഘം അധികൃതരും ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ശബരിമലയിൽ ഇന്ന് തീർത്ഥാടനം തുടങ്ങുകയാണ്. നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കാനിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടകർ പരമാവധി തീർത്ഥാടനം ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി തീർത്ഥാടകർ സ്വയമേവ ഈ തീർത്ഥാടനം ഒഴിവാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് ക്ഷേത്രനട തുറക്കുകയാണ്, ശബരിമല നട തുറക്കുകയാണ്. നാളെയാണ് നിറപുത്തരി ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. ഇന്നും നാളെയുമായിട്ടാണ് നട തുറന്നിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചടങ്ങുകളെയും ഈ വെള്ളക്കെട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം പത്തനംതിട്ട ജില്ലയിലെ പ്രധാന പാതകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് തിരുവല്ല കോഴഞ്ചേരി റോഡ് എന്ന് പറയുന്നത്. ആ റോഡിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതുകൊണ്ട് തന്നെ അതിലെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് വള്ളംകുളം മുതൽ ഇരുവേരൂർ വരെയുള്ള ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ കോഴഞ്ചേരിക്ക് അടുത്തുമൊക്കെ ഈ പാതയിലേക്ക് വെള്ളം കയറി അതിലെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. ഒപ്പം ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും രാവിലെ ആശ്വാസത്തിൻ്റെതായിട്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റാന്നിയിലടക്കം വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആറന്മുളയിൽ അങ്ങനെ വെള്ളം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പകലൊന്നും മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആശ്വാസത്തിന് ഇടയുണ്ടാവും. എന്തായാലും നൂറുകണക്കിന് കുടുംബങ്ങൾ ജില്ലയിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇന്നലെ തന്നെ മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ 3 ഉരുൾപൊട്ടലുകളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു പ്രളയ സമാന സാഹചര്യത്തെ ജില്ല ഒരിക്കൽ കൂടി അഭിമുഖീകരിച്ച ദിവസങ്ങളായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട്. എന്തായാലും ഇന്നിപ്പോൾ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ മഴ പൂർണ്ണമായിട്ടും ഒന്ന് മാറി നിൽക്കുകയാണ്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കൂടുതൽ ആശ്വാസകരമാകും വൈകുന്നേരത്തേക്ക് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരിശ്രീ. യെസ്, വ്യക്തമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ പൊതുവെ താരതമ്യേന ആശ്വാസമായൊരു കാലാവസ്ഥയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഗോകുൽ നൽകുന്ന വിവരം.